പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുകളോട് വിദ്യുവനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് ഒന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹമാക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന മേരിയെയും അതുലിനെയും അനുഗ്രഹിക്കണമേ. ഹാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ.
പുത്രനേശുവിൻ അർച്ചനയായി അൾത്താരയിൽ കാഴ്ചയർപ്പിക്കാം. പൊതുവാന്മാരെയും തെറ്റുമിക്കാരെയും മാത്രമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സമാധാനം നിങ്ങളോടുകൂടി. രണ്ട് തിരുവചനങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കൽപ്പത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണിയിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. വെറുതെ തോമസ് സാറിൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ അതിലൊരു മൈലൊക്കെ ഡാൻസ് ആയിരുന്നു, സ്റ്റെപ്പുകളൊക്കെ. സോറിയിട്ട് കാണാത്തതുകൊണ്ടാണ്, നടന്നിരിക്കുന്നത് അറിയാം. പ്രാക്ടീസ് വളരെ മനോഹരമാണ്. എല്ലാ പ്രിപ്പറേഷനും പിന്നിരിക്കുന്നവരുടെ സന്തോഷങ്ങളും. ആകത്തെ ടെൻഷനുള്ളത് അപ്പച്ചന്മാർക്ക് മാത്രമുള്ളൂ. അത് പിന്നെ ഉണ്ടാവാതിരിക്കില്ലല്ലോ. കാരണം മകൾ വേറെ കുടുംബത്തിലേക്ക് പോകുന്നു, ഈ കുടുംബത്തിലേക്ക് ഒരു മകൾ വേറെ വരുന്നു. ഭയപ്പെടരുത്. ബൈബിൾ പറയുന്നത് എല്ലാ മാറ്റങ്ങളും എല്ലാ യാത്രകളും അനുഗ്രഹമാകാനാണ്. ഏഞ്ചൽ മേരിയുടെ വരവ് അതുലിൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാകാനും, അതുലിൻ്റെ സാന്നിധ്യം ഏഞ്ചൽ മേരിയുടെ കുടുംബത്തിൽ അനുഗ്രഹമാകാനും, സുബിൻ്റെ പ്രസൻസ് ഏഞ്ചൽ ജോയുടെ വീട്ടിലെ അനുഗ്രഹമാകാനും. നിങ്ങളുടെ ഇത് കഴിഞ്ഞാൽ താലി കെട്ടുന്ന കർമ്മമാണ്. കുറേ സാധനങ്ങൾ കാണാതെ ഇവിടെ ഇത് താലി ചെയ്യുന്നത്. ഞാനതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞത് അവസാനിപ്പിക്കാം. താലിയാണ് ആദ്യം കെട്ടുക. താലി സാധാരണ 3 വള്ളികളാണ്, 3 ഇലകൾ എടുത്തിട്ടാണ് ചെയ്യുക. 3 ഇലകൾ കൂടി കൂട്ടിപ്പിരിച്ച് അതിൻ്റെ കുരിശുരൂപമിട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ത്രിത്വത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു കുരിശുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധത്തിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും കുരിശ് സംരക്ഷണത്തിലുമാണ് വിവാഹം ആചരിക്കുന്നത്. അതൊരിക്കലും ജീവിതത്തിൽ ഭയപ്പെടരുത്. രണ്ടാമത് ഏറ്റെടുക്കുന്ന ദിവസമാണ് ആ സമാധാനം ഉണ്ടാകട്ടെ. പിന്നെ മോതിരങ്ങളാണ്. മോതിരങ്ങൾ പേരറിയാം. ഏഞ്ചൽ മേരിയുടെ കയ്യിലിടുന്ന മോതിരത്തിൻ്റെ പേര് അതുലിൻ്റെ ആയിരിക്കും, അതിൻ്റെ പേര് ഏഞ്ചലായിരിക്കും, തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കും. മോതിരങ്ങൾ എവിടെ കാണാറെന്നറിയോ? രാജാക്കന്മാരെ സ്ഥാനാരോഹണം നടത്തുമ്പോൾ മോതിരം ഇടും. ഈ ബിഷപ്പുമാർ വരും മോതിരം ഇടും. ഇത് അധികാരത്തിൻ്റെ ചിഹ്നമാണ്. പരസ്പര ബഹുമാന അധികാരത്തിൻ്റെയാണ്. സാധിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം എന്നും അനുഗ്രഹമായിട്ടും മറ്റുള്ളവർക്ക് അസുഖമായിട്ട് തീരും. പിന്നെ നമുക്കുള്ളത് കൊന്തയാണ്, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ 11 മാസം പ്രതീക്ഷയിലും കൂടെ ആയിരിക്കുന്ന കുടുംബ ജീവിതം ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദീർഘകാലം പങ്കെടുത്തങ്ങളെ അവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. തോമസൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായി മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഏഞ്ചൽ മേരി പോൾ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഏഞ്ചൽ മേരി പോൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അതുൽ തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പരസ്പരം അണിയുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനത്തോടെ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളിലും അവൾ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ യോഗ്യരാകുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം. ശരീരങ്ങളിൽ വിശുദ്ധവും പ്രീതികരമായ സജീവബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതവും അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങൾ ഓരോരുത്തരെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കനിക്കൂട്ടം അതിശയം, വണ്ണത്ത് പൂച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം, തുണை செல்லும் காற்று மெல்லிசையாதல் அதிசயம், குருநாதரில்லாத குயில் பாட்டு அதிசயம், அதிசயமே அசந்து போகும் நீ எந்தன் அதிசயம். கல் தோன்றி மண் தோன்றி கடல் தோன்றும் முன்னாலே உண்டான 6 வயதான பருவத்தில் எல்லோருக்கும் படர்கின்ற காதல் அதிசயம். பூவுக்குள் ஒளிந்திருக்கும் கனிக்கூட்டம் அதிசயம், வண்ணத்து பூச்சி உடம்பில் ஓவியங்கள் அதிசயம், துளி செல்லும்
Angel Mary Paul, daughter of Paulsy David and Nancy Paul, belongs to Charity Human family, working as project engineer at Wesley, Uganda. ഇവരെക്കാളധികം ഒരുപക്ഷെ ഇവരുടെ വിവാഹം നടത്താനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ഇവരുടെ പാരൻസ് ആയിരിക്കും. എന്നാൽ ടീച്ചറായാലും ഞാൻ എടുക്കില്ല. പക്ഷെ എനിക്ക് അവരുടെ ചേട്ടൻ ഏറ്റവും ആദ്യം അടുത്ത ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ ചിന്തൂരച്ചേരോടെ പോരു പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ മണ്ണിൽ വീഴും പോലെ മിന്നാരം ഇന്നും നീല കണ്ണിൽ കണ്ട ഞാൻ
താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ Follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Oh, darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm तेरे वर्गा था मैनू कोई दसदा नहीं मैं तलाया बड़ा दिल किते लगदा नहीं तेरे रंग दारा मिले सितारा वे यारा तेरे बिन मैं ता सारा वे रंग सजना मानदा नहीं ये दिल तेरे लिए हर पल तेरी खैर मांगता रहे तू जो नैना चुपलाया शराबी रंग लाया तेरे इश्क च होया मैं मलंग सजना तेरी डोरियां नू लेके दिल आगे लगते बहके आज उठता है जैसे कि पतंग सजना तू जो नैना चुपलाया शराबी रंग लाया तेरे इश्क च होया मैं मलंग सजना इश्क पर्दों से जैसे अपने तलने लगा है तो आएगा नजर सरिया हम दोनों के अलावा कोई और नहीं है इश्क पन्नों पे है तेरा मेरा लखवारे जो बोल चाहे तू इश्क बहका तू नहीं चुप रहा इश्क पर्दों से जैसे अपने तलने लगा है तो आएगा नजर सरिया तू जो नैना चुपलाया है शराबी रंग लाया तेरे इश्क च होया मैं मलंग सजना तेरी डोरियां नू लेके दिल आगे उठते बहके आज उठता है जैसे कि पतंग सजना तू जो नैना चुपलाया है शराबी रंग लाया तेरे इश्क च होया मैं मलंग सजना तेरी डोरियां नू लेके दिल आगे उठते बहके आज उठता है जैसे कि पतंग सजना
പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാം ഉണർന്നെണീറ്റ് വിളക്കുകൾ ഒരുക്കി. ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. ഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കൂദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. made